കർണാടകയുടെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടണ്ട എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരിയിലെ പറയുന്നത്. അപ്പൊ നേരത്തെ യു പിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്ന അതേ സ്വരമല്ലേ ശിവകുമാറിനുള്ളത്? മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ്. അദ്ദേഹം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ്. മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളോട് കൂടിയാണ്. ഇതാണോ നിങ്ങളുടെ 10 മിനിറ്റ് കൊണ്ടുള്ള പ്രശ്ന പരിഹാരം? രേഖകളില്ലാത്ത ആളുകളെ മുഴുവൻ ഇതുപോലെ ബുൾഡോസർ വെച്ച് നിരത്തുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യം കോൺഗ്രസ് നേതാക്കളോടാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളോടാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാടിന് എതിരെയുള്ള ചോദ്യമാണ്. പി രാജീവിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം. ബുൾഡോസർ രാജ് ഇപ്പോൾ അവർ തന്നെ സമ്മതിച്ചു. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ രേഖകളില്ല, അതിന്റെ വ്യത്യസ്തമാണെന്ന് പറയും. ഇവിടെ രേഖകളില്ലാത്തവരൊക്കെ ബുൾഡോസർ വെച്ചാണോ UDF വന്നു കഴിഞ്ഞാൽ? ഇപ്പോൾ മുനമ്പത്ത് രേഖയില്ലെന്ന് 10 മിനിറ്റ് പരിഹാരം ഇപ്പോൾ മനസ്സിലായില്ലേ? രേഖകളില്ലാത്തവർ ഒഴിപ്പിക്കുന്നതിന്റെ 10 മിനിറ്റ് പരിഹാരം ഇതാ, ബുൾഡോസർ വെച്ച് അങ്ങ് ഓടിച്ചാൽ മതി, നേരെ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അത് BJP നേരത്തെ ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ ലാഘവത്വത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു. കർണാടകയുടെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടണ്ട എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരിയിലെ പറയുന്നത്. അപ്പൊ നേരത്തെ യു പിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്ന അതേ സ്വരമല്ലേ ശിവകുമാറിനുള്ളത്? ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന അതേ സ്വരം രാഹുൽ ഗാന്ധി എന്താ ഇങ്ങോട്ട് പോകാത്തത്? അപ്പോൾ അതിനെന്തുകൊണ്ട് കോൺഗ്രസ് വിലക്കിയില്ല? അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയി, അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് ഐഡിയമേ നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ മെമ്പർമാരുടെ മനസ്സ് തന്നെയാണ് ഗണഗീതം പാടിയ ആളല്ലേ ശിവകുമാർ? അദ്ദേഹം അസംബ്ലിയിൽ പാടിയില്ലേ? അതിനെ സ്തുതിച്ച ആളല്ലേ? അപ്പൊ ആ പ്രവർത്തനം അവരിൽ ഉണ്ടാകുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വന്നതോടുകൂടിയാണ് ബാംഗ്ലൂരിലെ ബുൾഡോസർ രാജ് ദേശീയ ചർച്ചയാകുന്നത്. ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു. കേരളത്തിൽ നിന്നുള്ള MP A റഹീം സംഭവസ്ഥലം സന്ദർശിക്കുന്നു, MLA KT ജലീൽ സംഭവസ്ഥലം സന്ദർശിക്കുന്നു. അതോടുകൂടി കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിയിറക്കപ്പെട്ടവർ. അതോടൊപ്പം കേരളത്തിൽ മുസ്ലിം ലീഗിന് എതിരെയും വലിയ വിമർശനം ഉയർന്നു. കോൺഗ്രസോടൊപ്പമാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ DK ശിവകുമാറിനെ ഒക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുകഴ്ത്താനും അവരുടെ വീരചരിതങ്ങൾ ആവർത്തിച്ച് പറയാനുമൊക്കെ സമയം ചെലവഴിക്കുകയും FB പേജുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗുകാർ. മുസ്ലിം ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ DK ശിവകുമാറിന് വീരപരിവേഷമാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് 100-150ഓളം കുടുംബങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇടിച്ച് നിരപ്പാക്കുന്നത്, അവരുടെ വീടുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കുന്നത്, തെരുവിലേക്ക് ഇറക്കി വിടുന്നത്, അതും കൊടും തണുപ്പിൽ. സ്വാഭാവികമായും ഇതാണോ കോൺഗ്രസിന്റെ നിലപാട്? അതിൽ ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളാണ്. മുസ്ലിം കുടുംബങ്ങളുടെ നിലപാട് ഇതാണോ? ദളിത് കുടുംബങ്ങളോടുള്ള നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് ഇതാണോ? നിങ്ങളും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യമാണ് ഉയർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായി DK ശിവകുമാർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പറഞ്ഞത്. പിണറായിയുടെ കാര്യം നോക്കിയാൽ മതി, കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുമോ? പി രാജീവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ? ഏറ്റവും കുറഞ്ഞത് KC വേണുഗോപാലെങ്കിലും മറുപടി പറയണ്ടേ? ഒരിക്കലും മറുപടി ഉണ്ടാകില്ല, അതിൽ സംശയമേ വേണ്ട. കാരണം ചോദിച്ചാൽ ഒഴിഞ്ഞു മാറുകയായിരിക്കും ഇനി കോൺഗ്രസ് നേതാക്കൾ ചെയ്യുക. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അണികൾക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരും.